നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് തീരദേശ പരിപാലന നിയമത്തിൽ ഇളവുകൾ കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ നീക്കം. ഇതോടെ 66 തീരദേശ പഞ്ചായത്തുകളിലെ നിയന്ത്രണങ്ങൾക്ക് ഇളവ് വരും. പുതിയ ഇളവുകൾ തീരദേശവാസികൾക്ക് ആശ്വാസമാകുമെങ്കിലും ഇത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് വിദഗ്ധരുടെ വിമർശനം. നിയമസഭയിൽ നൽകിയ മറുപടിയിലാണ് സർക്കാർ നിയമത്തിൽ ഇളവ് നൽകാനുള്ള നടപടിയെക്കുറിച്ച് വ്യക്തമാക്കിയത്. ഇതിനായി കരട് തീരദേശ പരിപാലന പ്ലാൻ തയ്യാറാക്കി. കേന്ദ്ര നിയമത്തിൽ വന്ന ഭേദഗതിയുടെ തുടർച്ചയായാണ് നടപടി. നിർമ്മാണ നിയന്ത്രണം നിലനിൽക്കുന്ന 66 തീരദേശ പഞ്ചായത്തുകൾ CRZ 3 നിന്ന് CRZ 2 മാറും. ഇതോടെ നിയന്ത്രണങ്ങൾക്ക് ഇളവ് വരും. പൊക്കാളി പാടങ്ങളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കാനും സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള 1000 ചതുരശ്ര മീറ്റർ അധികം വിസ്തീർണമുള്ള കണ്ടൽക്കാടുകളുടെ ബഫർ സോൺ ഒഴിവാക്കാനും കരടിൽ നിർദ്ദേശമുണ്ട്. ഉൾനാടൻ ജലാശയങ്ങളുടെ നിർമ്മാണ നിരോധന മേഖല 100 മീറ്ററിൽ നിന്ന് 50 മീറ്ററായി കുറയ്ക്കുമെന്നും കരടിൽ പറയുന്നു. പുതിയ ഇളവുകൾ തീരദേശ ആവാസ വ്യവസ്ഥയെ തകർക്കുന്നത് വേഗത്തിലാക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തീരദേശവാസികൾക്ക് ആശ്വാസമേകാനെന്ന് കാട്ടിയാണ് സർക്കാർ പുതിയ ഇളവുകൾ കൊണ്ടുവരുന്നത്. നാഷണൽ സെന്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെന്റിന് സമർപ്പിച്ച കരട് പ്ലാൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അംഗീകരിക്കുന്നതോടെ നിലവിൽ വരും.